ഹലോ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പം ഈ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താണ് മീനിങ്? ഈ സ്റ്റാറ്റ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ എന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ ഒരു ലോനെ നമുക്ക് ഇൻ്റർപ്രിറ്റ് ചെയ്തതിൻ്റെ ആവശ്യമുണ്ട്. കാരണം ലോയിൽ എന്താണ് പറയണത്, എന്താണ് മീൻ ചെയ്യേണ്ടത് നമ്മൾ ഇൻ്റർപ്രിറ്റ് ചെയ്താലേ മനസ്സിലാകത്തുള്ളൂ. അപ്പം ലോയുടെ ശരിക്കും ഉദ്ദേശം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിനെ ഇൻ്റർപ്രിറ്റ് ചെയ്യുക. അപ്പോൾ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട് എന്ന് പറഞ്ഞാലും ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ലോ എന്ന് പറഞ്ഞാലും സെയിം മീനിങ് ആണ്. അപ്പോൾ ലോയിൽ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ടിലാണ് ചെക്ക് ചെയ്യണത്. അപ്പം ഇവിടെ കണ്ടില്ലേ, സ്റ്റാറ്റ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ വിൽ ഓഫ് ദ ലെജിസ്ലേച്ചർ, അതായത് ലോയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ലോയുടെ ഉദ്ദേശം മനസ്സിലാക്കുക, അതാണ് ശരിക്കും ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡസ് നോട്ട് യൂസ് ദ ടേം സ്റ്റാറ്റ്യൂട്ട് ആൻഡ് one find the term law used in many terms. The term law is defined including any ordinance, order, bylaws, rule, regulation, notification. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ സ്റ്റാറ്റ്യൂട്ട് എന്ന് പറയുന്ന ടേം യൂസ് ചെയ്യാറില്ല. അതിന് പകരമായിട്ട് ലോ എന്ന ടേമാണ് യൂസ് ചെയ്യുന്നത്. പലയിടത്തും നമുക്കറിയാം ലോ എന്നാണ് ഉപയോഗിക്കുന്നത്. സ്റ്റാറ്റ്യൂട്ട് എന്ന് പറയുന്നത് ഉപയോഗിക്കാറില്ല, പക്ഷേ സ്റ്റാറ്റ്യൂട്ട് എന്ന് പറഞ്ഞാലും ലോ എന്ന് പറഞ്ഞാലും സെയിം മീനിങ് ആണ്. അപ്പം ഇനി ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഓർഡിനൻസ്, ഓർഡർ, ബൈലോസ്, റൂള്, റെഗുലേഷൻ, നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. നമുക്കറിയാം ഒരു ലോ ഇറക്കുന്നത് ചിലപ്പോൾ എങ്ങനെയൊക്കെയാണ്, ഓർഡിനൻസ് വഴിയും ചില ഓർഡറൊക്കെ പാസ്സാക്കിയും റൂളുകളിലൂടെയും റെഗുലേഷൻസിലൂടെയും നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഇറക്കിയാണ്. അപ്പം ഇതെല്ലാം ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ലോ, ലോയുടെ ഉദ്ദേശം മനസ്സിലാക്കാനായിട്ടും ലോയിൽ എന്താണ് പറയണത് അതെല്ലാമാണ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി ലോയിൽ എന്തെങ്കിലും ഒരു ആംബിഗ്വിറ്റി, അതായത് ലോ വായിച്ചിട്ട് എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻസ്, ആംബിഗ്വിറ്റി എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻസ് തന്നെയാണ്, കൺഫ്യൂഷൻസ് സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളത് ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നത് ആ സിറ്റുവേഷനെ ബേസ് ചെയ്തായിരിക്കും. അതായത് എന്ത് സിറ്റുവേഷനിലാണോ ആ ലോ ഉപയോഗിച്ചേക്കുന്നത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മളതിനെ ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നത്. എന്താണോ ആ ഒരു ലോയുടെ സ്പിരിറ്റ്, ഒബ്ജക്റ്റ്, പർപ്പസ്, എന്തിനെയാണ് ഉദ്ദേശിച്ചേക്കുന്നത് അതിനെ ബേസ് ചെയ്താണ്. അപ്പോൾ ഒരു സിറ്റുവേഷനെ ബേസ് ചെയ്തായിരിക്കും നമ്മൾ എപ്പോഴും ഒരു ലോ ഇൻ്റർപ്രിറ്റ് ചെയ്ത് ചെയ്യാനായിട്ട്. പിന്നെ ഇതിൽ ഡോക്യുമെൻ്റ് എന്താണെന്ന് പറയുന്നുണ്ട്. നമ്മൾ ജനറൽ ക്ലോസ് ആക്ട് 1897 എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഡോക്യുമെൻ്റ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, സെക്ഷൻ 3 ക്ലോസ് 18. അത് തന്നെയാണ് ഇവിടെയും കൊടുത്തേക്കുന്നത്. അതായത് ഒരു ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ എന്താണ്, ഒരു പേപ്പറിലോ ഇല്ലെങ്കിൽ അത് മെറ്റീരിയൽ തിങ്കിൽ ഒരു ഇൻഫോർമേഷൻസ് കൊടുക്കുന്നത്, ഇല്ലെങ്കിൽ ഒരു പ്രൂഫ് ആകാം, എന്തിൻ്റെയും ഒരു എവിഡൻസ് ആകാം. അതുപോലെ തന്നെ അത് ഡോക്യുമെൻ്റ് എപ്പോഴും റിട്ടൺ ആയിരിക്കും, അതിൽ വേർഡ്സ് ഒക്കെ പ്രിന്റ് ചെയ്തിട്ടുണ്ടാവും, പിന്നെ ഒരു ഫോട്ടോഗ്രാഫഡ് ഒക്കെ ഉണ്ടാവും. അതെല്ലാം ഒരു ഡോക്യുമെന്റിന് എക്സാമ്പിളാണ്. ഇല്ലെങ്കിൽ ഫയൽസ്, ബുക്സ്, ഇതൊക്കെ എന്താണ്, ഡോക്യുമെന്റ്സ് ആണ്. ഈ ജനറൽ ക്ലോസ് ആക്ട് 1897 പറയുന്നത് ഡോക്യുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഇൻക്ലൂഡ് എനി മാറ്റർ റിട്ടൺ, എക്സ്പ്രസ് ഓർ ഡിസ്ക്രൈബ് അപ്പോൺ എനി സബ്സ്റ്റൻസ്. അതായത് ഇതിനെപ്പറ്റി എക്സ്പ്രസ് ചെയ്തിട്ടുള്ളതും റിട്ടൺ ചെയ്തിട്ടുള്ളതും ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളതും ഡോക്യുമെന്റ് ആണ്. പിന്നെ എന്താണ്, ബൈ മീൻസ് ഓഫ് ലെറ്റേഴ്സ്, ഫിഗേഴ്സ് ഓർ മാർക്സ് യൂസ്ഡ്. അതായത് ആ ഡോക്യുമെന്റിൽ ലെറ്റേഴ്സ്, ഫിഗേഴ്സ്, മാർക്സ് ഒക്കെ ഉപയോഗിക്കാറുണ്ട്. പിന്നെ എന്താണ്, which is intended to be used or which may be used for the purpose of recording these matters. അതായത് ഒന്നെങ്കിൽ ഈ ഡോക്യുമെന്റ് നമ്മൾ സാധാരണയായിട്ട് ഒന്നെങ്കിൽ ഉപയോഗിച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്യുന്നത്. എന്തെങ്കിലും കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാനും ഒക്കെയാണ്, മാറ്റർ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഡോക്യുമെന്റ് ഉപയോഗിക്കുന്നത്. അത് സെക്ഷൻ 3 ക്ലോസ് 18 ഡെഫിനേഷൻസ്. അപ്പം ഡോക്യുമെന്റ്സിന്റെ എലമെന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, മാറ്റർ, റെക്കോർഡ്, സബ്സ്റ്റൻസ്, മീൻസ്, ഇതൊക്കെയാണ്. അപ്പം ജസ്റ്റ് ഇതൊക്കെ ഒന്ന് റീഡ് ചെയ്ത് വെക്കുക. പിന്നെ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ടുള്ള മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇനി പറയുന്നത് ഇതിന് ചില ഇൻ്റർപ്രിട്ടേഷന് ചില പ്രിൻസിപ്പിൾസ് ഉണ്ട്, ജനറൽ പ്രിൻസിപ്പിൾ ഉണ്ട്. രണ്ട് തരത്തിലാണ് ജനറൽ പ്രിൻസിപ്പിൾ, അതായത് ചില റൂൾസ്. രണ്ട് റൂൾസ് ആണുള്ളത്. ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് പ്രൈമറി റൂൾസും സെക്കൻഡറി റൂൾസുമാണ്. പ്രൈമറി റൂൾസ് ഇത്രയുണ്ട്, സെക്കൻഡറി റൂൾസ് ഇത്രയുണ്ട്. ഫസ്റ്റത്തെയാണ് റൂൾ ഓഫ് ലിറ്ററൽ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. റൂൾ ഓഫ് ലിറ്ററൽ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഫസ്റ്റ് ആൻഡ് പ്രൈമറി റൂൾ ഓഫ് കൺസ്ട്രക്ഷൻ ആണ്. അതായത് ആദ്യത്തെ ഫസ്റ്റ് ആണ്. അതുപോലെ തന്നെ പ്രൈമറി റൂളിൻ്റെ കൺസ്ട്രക്ഷനിൽ ഫസ്റ്റത്തെ ഐറ്റമാണ് ഈ റൂൾ ഓഫ് ലിറ്ററൽ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. പിന്നെന്താണ്, ഇതൊരു കാർഡിനൽ റൂൾ ഓഫ് കൺസ്ട്രക്ഷൻ ആണ്. ഈ കാർഡിനൽ റൂൾ ഓഫ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ റൂളാണ്, അതായത് മെയിൻ റൂളാണ്. ഈ ലിറ്ററൽ കൺസ്ട്രക്ഷൻ കൊണ്ട് ഉപയോഗിക്കുന്ന ഒരു ലോ ഇൻ്റർപ്രിറ്റ് ചെയ്യുമ്പോൾ അതിന് ശരിക്കും ഒരു ഗ്രാമാറ്റിക്കലി ഒരു മീനിങ് തരണം. അതായത് ലിറ്ററൽ ആയിട്ടുള്ളൊരു മീനിങ്, അതുപോലെ തന്നെ ഗ്രാമറ്റിക്കൽ ആയിട്ടുള്ള മീനിങ് തരണം. ആൻഡ് ഗിവിങ് ദ വേർഡ് ദർ ഓർഡിനറി ആൻഡ് നാച്ചുറൽ മീനിങ് തരണം. അതായത് നമ്മൾ ഇൻ്റർപ്രിറ്റ് ചെയ്യുമ്പോൾ ശരിക്കും ആ
ലോ ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ ആ വേർഡ്സ് ഉപയോഗിച്ചേക്കുന്നതിൻ്റെ ഓർഡിനറി നാച്ചുറൽ ആയിട്ടുള്ള മീനിങ് വേണം തരാനായിട്ട്. അതായത് സാധാരണ മീനിങ് വരുന്ന രീതിയിൽ മാത്രമേ നമ്മൾ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഒരു ലോനെ ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഓർഡിനറി നാച്ചുറൽ മീനിങ് തരുന്ന രീതിയിൽ വേണം നമ്മൾ അതിനെ ഇന്റർപ്രറ്റ് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ഇതിനെ ഈ ലിറ്ററൽ കൺസ്ട്രക്ഷനെ വേറൊരു പേരുകൂടി ഉണ്ട്, ഗ്രാമറ്റിക്കൽ കൺസ്ട്രക്ഷൻ എന്ന് പറയാറുണ്ട്. അതായത് ഗ്രാമറ്റിക്കൽ അതിൻ്റെ ഗ്രാമർ വൈസ് നോക്കുമ്പോൾ എന്താണോ എക്സാക്ട് മീനിങ് തരുന്നത്, ഓർഡിനറി മീനിങ് തരുന്നത് എന്താണ്, സാധാരണ രീതിയിൽ എന്ത് മീനിങ് തരുന്നു അതിനെയാണ് നമ്മൾ ലിറ്ററൽ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഈ ലിറ്ററൽ കൺസ്ട്രക്ഷനിൽ എന്തെങ്കിലും ഒരു ആംബിഗ്വിറ്റി വന്നു കഴിഞ്ഞാൽ, അത് ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ കോർട്ടാണത് ഇന്റർപ്രറ്റ് ചെയ്ത് തരുന്നത്. ഈ കേസിൽ ആംബിഗ്വിറ്റി ഇല്ലാത്തപ്പോൾ, അതായത് ഒരു ലോയിൽ ഒരു ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ കൺഫ്യൂഷൻസ് ആംബിഗ്വിറ്റി വന്നു കഴിഞ്ഞാൽ കോർട്ട് ഇടപെട്ടിട്ട് അതിൻ്റെ ട്രൂ ഇൻറ്റൻഷൻ എന്താണ്, ആ ലെജിസ്ലേച്ചറിൻ്റെ ട്രൂ ഇൻറ്റൻഷൻ എന്താണ്, അതിൻ്റെ ഒരു ലോജിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ അവർ പറഞ്ഞു തരുവാണ് ചെയ്യുന്നത്. അപ്പം കൺഫ്യൂഷൻ ആംബിഗ്വിറ്റി വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഈ റൂൾ ആപ്ലിക്കബിൾ ആയിട്ട് വരില്ല, ഈ റൂള് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഈ റൂളിൽ അങ്ങനെ ആംബിഗ്വിറ്റി ഒന്നും ഇല്ലാത്ത കേസിലാണ്, അൺആംബിഗ്വസ് ആയിട്ടിരിക്കുമ്പോഴാണ് ഇത് വരുന്നത്. അതായത് സാധാരണ മീനിങ്, നാച്ചുറൽ ആയിട്ടുള്ള ഗ്രാമറ്റിക്കൽ ആയിട്ടുള്ള മീനിങ് ആണ് ഇതിൽ തരുന്നത്. ആബ്സെൻസ് ഓഫ് എനി ആംബിഗ്വിറ്റി ഓർ ഡൗട്ട്, അതായത് ഒരു തരത്തിലുള്ള ഡൗട്ടും ആംബിഗ്വിറ്റി ഒന്നും ഒരിക്കലും ഈ റൂളിൽ വരില്ല, അതാണ് ഇത് പറയുന്നത്. ഈ ലിറ്ററൽ കൺസ്ട്രക്ഷൻ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ ആൻഡ് ഗ്രാമറ്റിക്കൽ മീനിങ് വേണം നമ്മൾ എടുക്കാനായിട്ട്. അതായത് എന്താണോ അതിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള ഓർഡിനറി ആയിട്ടുള്ള പോപ്പുലർ സെൻസിൽ, പ്ലെയിൻ ആൻഡ് ലിറ്ററൽ സെൻസിൽ വേണം നമ്മൾ എടുക്കാനായിട്ട്. പിന്നെ ഇതിൽ ടെക്നിക്കൽ വേർഡ് ആർ ടു ബി അണ്ടർസ്റ്റുഡ് ടെക്നിക്കൽ സെൻസ് എന്ന് പറയുന്നുണ്ട്. അതായത് ഈ ലോ ലാംഗ്വേജിലൊക്കെ ഇഷ്ടംപോലെ ടെക്നിക്കൽ വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പം ടെക്നിക്കൽ വേർഡ്സ് ഒക്കെ നമ്മൾ ടെക്നിക്കൽ സെൻസിൽ വേണം അത് ഉപയോഗിക്കാനായിട്ട്, ആ ടെക്നിക്കൽ സെൻസിൽ വേണം നമ്മളത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട്. പിന്നെ എന്തെങ്കിലും എക്സ്പ്ലനേഷൻസോ സംഭവങ്ങളൊക്കെ ആക്റ്റിൽ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആക്ട് തരുന്നതിൽ വേണം, അത് ആക്ട് തന്നതിലെ എക്സ്പ്ലനേഷൻ വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. ആ ആക്റ്റിൽ പറഞ്ഞേക്കുന്ന ടെക്സ്റ്റ് കോണ്ടെക്സ്റ്റ് ഒക്കെ അനുസരിച്ച് വേണം നമ്മൾ ആക്ടിൻ്റെ മീനിങ് എടുക്കാനായിട്ട്. പിന്നെ എക്സാക്ട് മീനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ പ്രൈമറി ആയിട്ടുള്ള മീനിങ് വേണം എടുക്കാനായിട്ട്, അല്ലാണ്ട് സെക്കൻഡറി ആയിട്ട് വരുന്ന മീനിങ് ഒരിക്കലും നമ്മൾ എടുക്കാൻ പാടില്ല. രണ്ടാമത്തെ റൂളാണ് റൂൾ ഓഫ് റീസണബിൾ കൺസ്ട്രക്ഷൻ എന്ന് പറയും. ഈ റൂൾ ഓഫ് റീസണബിൾ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇതൊരു സെൻസിബിൾ ആയിട്ടുള്ള മീനിങ് വേണം തരാനായിട്ട്. ഇത് കണ്ടില്ലേ, ദ വേർഡ് ഓഫ് സ്റ്റാറ്റ്യൂട്ട് മസ്റ്റ് ബി കോൺസ്ട്രക്ട് ആസ് ടു ബി ലീഡ് ടു സെൻസിബിൾ മീനിങ്. അതായത് ലോ, സ്റ്റാറ്റ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ലോ ആണ്. കോൺസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർപ്രിറ്റ് എന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ ഒരു ലോനെ ഇന്റർപ്രിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും ഇവിടെ ഈ റൂൾ ഓഫ് റീസണബിളിൽ ഒരു സെൻസിബിൾ മീനിങ് വേണം തരാനായിട്ട്. അതായത് ലെജിസ്ലേച്ചറിൽ എന്താണോ പറയണത് ആ മീനിങ്. ഇനി കോർട്ട് ചില കേസിൽ ലോനെ ഇന്റർപ്രിറ്റ് ചെയ്യുമല്ലോ കോർട്ട്. അപ്പം കോർട്ടിനാകെ ഇവിടെ ലോ ഇന്റർപ്രിറ്റ് ചെയ്തതിനെ ഇന്റർപ്രിട്ടേഷൻ റീസണബിൾ ആണോ അല്ലയോ എന്ന് പറയാൻ മാത്രമേ ഇവിടെ കോർട്ടിന് അധികാരമുള്ളൂ. അല്ലാണ്ട് ഒരിക്കലും കോർട്ടിന് ലോ റീസണബിൾ ആണോ അല്ലയോ എന്ന് പറയാനായിട്ട് പറ്റില്ല. അതായത് ഇവിടെ ലോയിൽ തന്നെ ചില അർത്ഥങ്ങൾ പറയാറുണ്ട്. അപ്പം ലോയിൽ എന്ത് പറയുന്നു എന്ന് മാത്രം പറയാനേ ഇവിടെ കോർട്ടിന് പറ്റത്തുള്ളൂ, അല്ലാതെ കോർട്ടിന് തന്നെ ഇന്റർപ്രിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഇല്ല. അപ്പം ഇന്റർപ്രിറ്റ് ചെയ്തത് റീസണബിൾ ആണോ അല്ലയോ എന്ന് പറയാനേ പറ്റുള്ളൂ, അല്ലാണ്ട് ലോ റീസണബിൾ ആണോ അല്ലയോ എന്ന് പറയാനായിട്ട് പറ്റില്ല. പിന്നെ ഈ ഒരു ഇത് വന്നത് ഒരു ലാറ്റിൻ ടേമിൽ നിന്നാണ്, റൂൾ ഓഫ് റീസണബിൾ കൺസ്ട്രക്ഷൻ്റെ ഇത് വന്നത്. അതായത് ലാറ്റിൻ ടേമായ ദ ഉഡ്രസ് നെഗസ് വാലെ കമ്പയർ എന്നാണ് ഇത് വായിക്കണത്. ഇവിടെ ടി രണ്ടും സൈലന്റ് ആണ്. അപ്പം MCQ വന്നു കഴിഞ്ഞാൽ ഓർക്കാം, അതൊരു ലാറ്റിൻ ടേമാണ്. ആ ലാറ്റിൻ ടേമിൽ നിന്നാണ് നമ്മൾ റൂൾ ഓഫ് റീസണബിൾ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന വേർഡ് വന്നത്. ഈ റൂൾ ഓഫ് റീസണബിൾ കൺസ്ട്രക്ഷനെ മറ്റൊരു പേരും കൂടി ഉണ്ട് ഇതിന്, ഗോൾഡൻ റൂൾ ഓഫ് ഇന്റർപ്രിട്ടേഷൻ എന്നും പറയാറുണ്ട്. അപ്പം രണ്ട് വേർഡ് ഉണ്ട്. ആദ്യം പഠിച്ച റൂൾ ഓഫ് ലിറ്ററൽ ആൻഡ് ഗ്രാമറ്റിക്കൽ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന വാക്കുണ്ട്. ഈ രണ്ടാമത്തെ കേസിൽ റൂൾ ഓഫ് റീസണബിൾ കൺസ്ട്രക്ഷന് മറ്റൊരു വർക്കും കൂടി ഉണ്ട്, എന്താണ്, ഗോൾഡൻ റൂൾ ഓഫ് ഇന്റർപ്രിട്ടേഷൻ എന്നും പറയാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെയിൻ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഒരു സെൻസിബിൾ ആയിട്ടുള്ള മീനിങ് വേണം തരാനായിട്ട്. മൂന്നാമത്തെ റൂളാണ്, ഈ മൂന്നാമത്തെ റൂൾ ഓഫ് ഹാർമോണിയസ് കൺസ്ട്രക്ഷൻ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഹാർമോണി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതായത് ചില കാര്യങ്ങൾ, അതായത് ലോയെ സെക്ഷൻസിൽ ഒക്കെ ചിലപ്പോൾ കോൺഫ്ലിക്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം കോൺഫ്ലിക്റ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
കോർട്ടാണ് അത് ഇന്റർപ്രിറ്റ് ചെയ്ത് അതിനെ ഹാർമണൈസ് ആക്കുന്നത്. കോൺഫ്ലിക്റ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോർട്ട് ഇടപെട്ട് അത് ഇന്റർപ്രിറ്റ് ചെയ്തിട്ട് അത് ഹാർമണൈസ് ചെയ്ത് തരുന്നു. അതായത് ചിലപ്പം സെക്ഷൻസ് തമ്മിൽ കോൺഫ്ലിക്റ്റ്, അതായത് ആംബിഗ്വിറ്റി വരാൻ ചാൻസ് ഉണ്ട്. അതായത് ഇപ്പം കമ്പനീസ് ആക്ട് 2013 നമുക്കറിയാം അപ്പോയിൻമെന്റ് ഓഫ് ഓഡിറ്ററിന്റെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അപ്പോയിൻമെന്റ് ഓഫ് ഓഡിറ്റർ എന്ന് വെറുതെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കൺഫ്യൂഷൻ വരും. അപ്പോയിൻമെന്റ് ഓഫ് ഓഡിറ്റർ ഇൻ ഗവൺമെന്റ് കമ്പനിയാണോ, അപ്പോയിൻമെന്റ് ഓഫ് ഓഡിറ്റർ ഇൻ അല്ലാത്ത കമ്പനിയാണോ എന്നൊരു കൺഫ്യൂഷൻ വരും. അപ്പം സെക്ഷൻ 139 സബ്സെക്ഷൻ 1 അപ്പോയിൻമെന്റ് ഓഫ് ഓഡിറ്റർ ഇൻ എവറി കമ്പനിയെ പറ്റി പറയുന്നത്. പിന്നെ ഗവൺമെന്റ് ഓഡിറ്റ് കമ്പനിയുടെ കാര്യം പറയുന്നത് സെക്ഷൻ 139 സബ്സെക്ഷൻ 5 അപ്പം ഇങ്ങനെ വരുമ്പോൾ അപ്പോയിൻമെന്റ് ഓഫ് ഓഡിറ്ററിന്റെ കേസ് പറയുമ്പോൾ ഈ രണ്ട് സെക്ഷനും കൂടി ഒന്നിച്ച് പറഞ്ഞാലേ നമുക്ക് അതിൻ്റെ ഒരു കൺഫ്യൂഷൻ മാറത്തുള്ളൂ അല്ലേ. അപ്പം ഇങ്ങനത്തെ കേസിൽ ഹാർമണി കൊണ്ടുവരുന്നത് ബോത്ത് സെക്ഷൻസും നമ്മൾ ഒന്നിച്ച് അതിനെ റീഡ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് അതിലൊരു കൺഫ്യൂഷൻസ് മാറിപ്പോത്തുള്ളൂ. അപ്പോൾ അങ്ങനെ രണ്ട് സെക്ഷൻ തമ്മിൽ കോൺഫ്ലിക്റ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ടിനും എഫക്റ്റ് കൊടുത്ത് രണ്ടും ഒരുപോലെ തന്നെ യൂസ് ചെയ്യണം. ഇപ്പോൾ ഒന്ന് യൂസ് ചെയ്തുകൊണ്ട് മറ്റേത് ഒരിക്കലും റിഡൻഡൻ്റ് ആയി പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആ രണ്ട് സെക്ഷനും ഒന്നിച്ച് ഉപയോഗിച്ചിട്ട് രണ്ടിനും എഫക്റ്റ് കൊടുക്കണം. അല്ലാണ്ട് ഇപ്പം ഇതിൽ ഒരു സെക്ഷൻ ഉപയോഗിച്ചിട്ട് മറ്റേ സെക്ഷൻ അങ്ങ് വേണ്ടാന്നാക്കുകയല്ല, രണ്ടിലെയും അർത്ഥം വെച്ച് നമ്മൾ അതിനെ ഇന്റർപ്രിറ്റ് ചെയ്തെടുക്കണം. അതെ, അത്രേ ഉള്ളൂ. ഇനി ലോയിൽ തന്നെ ചിലപ്പം ഈ നോക്കിയേ സബ്ജക്റ്റ് ടു നോട്ട് വിസ്റ്റാൻഡിങ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ സബ്ജക്റ്റ് ടു നോട്ട് വിസ്റ്റാൻഡിങ് എന്ന് ലോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ റൂൾ നോക്കണ്ട, ഇതിലെ റൂൾ നോക്കിയാൽ മതി. അതായത് ഇപ്പൊ നോട്ട് വിസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് മുന്നേ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ വാലിഡ് ആയിട്ടുള്ളത് ഈ ഒരു കാര്യം മാത്രമാണ് എന്നാണ് ഈ നോട്ട് വിസ്റ്റാൻഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ലോയിൽ തന്നെ ഇങ്ങനെ നോട്ട് വിസ്റ്റാൻഡിങ് സബ്ജക്റ്റ് ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് മുന്നേ പറഞ്ഞ കാര്യങ്ങൾ നോക്കണ്ട എന്നാണ് പറയുന്നത്. അതായത് ഈ റൂൾ ഹാർമോണിയസിന്റെ ഈ റൂള് ആപ്ലിക്കബിൾ ആവില്ല. രണ്ട് സെക്ഷൻ തമ്മിൽ എന്തെങ്കിലും തരത്തിൽ കോൺഫ്ലിക്റ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ടിനും ഒരേപോലെ തന്നെ എഫക്റ്റ് കൊടുക്കണം. പിന്നെ ഇത് ഇന്റർപ്രിറ്റ് ചെയ്യുന്നത് കോർട്ടാണ്. കോർട്ട് ഇന്റർപ്രിറ്റ് ചെയ്തിട്ട് അതിനെ ഒരു ഹാർമണി കൊണ്ടുവരുന്നു. ഇനി ഈ ലോയിൽ തന്നെ നോട്ട് വിസ്റ്റാൻഡിങ് സബ്ജക്റ്റ് ടു എന്ന് ആക്ടിൽ തന്നെ എഴുതിയിട്ടുണ്ടെങ്കിൽ, ലോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ റൂള് നോക്കണ്ട, നമ്മൾ ലോയിൽ പറഞ്ഞേക്കുന്ന അർത്ഥം ഇന്റർപ്രിറ്റ് ചെയ്താൽ മതി. അതാണ് ഈ റൂൾ ഓഫ് ഹാർമോണീസ് കൺസ്ട്രക്ഷൻ. അതായത് പേര് പോലെ തന്നെ ഹാർമണി കൊണ്ടുവരുന്നു കോൺഫ്ലിക്റ്റ് വന്നു കഴിഞ്ഞാൽ, അത്രേ ഉള്ളൂ. ഇനി അടുത്ത റൂളാണ് റൂൾ ഓഫ് ഹെയ്ഡൻ കേസ് ഓഫ് മിസ്ചീഫ് റൂൾ എന്ന് പറയും. ഒന്നെങ്കിൽ ഹെയ്ഡൻ ഇല്ലെങ്കിൽ മിസ്ചീഫ് റൂൾ എന്ന് രണ്ട് പേരുണ്ട് ഇതിന്. പിന്നെയും പേരുകളുണ്ട്, നമുക്ക് നോക്കാം. അപ്പൊ ഈ ഹെയ്ഡൻ റൂൾ എന്ന് പറഞ്ഞാലും മിസ്ചീഫ് റൂൾ എന്ന് പറഞ്ഞാലും എന്തായിരിക്കും നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് പറയാം, അതായത് രണ്ട് മീനിങ് വരുന്ന കേസുണ്ട്. അതായത് ഇത്ര ഓർത്താൽ മതി. ഈ ഇതിന്റെ ഫസ്റ്റ് പാർട്ടുണ്ട്, ഇതൊന്ന് വായിച്ച് നോക്കാം. Where the language used in a statute is capable of more than one interpretation, the most firmly established rule of construction is the principle laid down in Hayden case. ചിലപ്പോൾ ഈ ലോയില് ഒന്നിൽ കൂടുതൽ മീനിങ് വരുന്നുണ്ട്. അപ്പോൾ ഒന്നിൽ കൂടുതൽ മീനിങ് വന്നിട്ടുണ്ടെങ്കിൽ കോർട്ട് ഇന്റർപ്രിറ്റ് ചെയ്ത് തരുന്ന റൂളാണ് ഈ മിസ്ചീഫ് റൂൾ എന്ന് പറയുന്നത്. അതായത് ശരിക്കിനുള്ള അർത്ഥം പറഞ്ഞു കൊടുക്കും. രണ്ടർത്ഥം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഒന്നിൽ കൂടുതൽ മീനിങ് വരുന്ന കേസാണെങ്കിൽ കോർട്ട് തന്നെ പറഞ്ഞിട്ട് അതിന്റെ ശരിക്കിനുള്ള മീനിങ് എടുക്കണം. അതാണ് ഈ റൂൾ ഓഫ് മിസ്ചീഫ് റൂൾ എന്ന് പറയുന്നത്. ഇതിനെ തന്നെ റൂൾ ഓഫ് ബെനഫിഷ്യൽ കൺസ്ട്രക്ഷൻ എന്നൊക്കെ പറയാറുണ്ട്. അപ്പം റൂൾ ഓഫ് ബെനഫിഷ്യൽ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാലും ഹെയ്ഡൻ കേസ് എന്ന് പറഞ്ഞാലും മിസ്ചീഫ് റൂൾ എന്ന് പറഞ്ഞാലും പർപ്പസീവ് എന്ന് പറഞ്ഞാലും അതൊക്കെ റൂൾ ഓഫ് പർപ്പസീവ് കൺസ്ട്രക്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സെയിം തന്നെയാണ്, ഇപ്പം സെയിം റൂൾ തന്നെയാണ്. അപ്പം ഒന്നിൽ കൂടുതൽ മീനിങ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോർട്ട് ഇന്റർപ്രിറ്റ് ചെയ്ത് അതിൻ്റെ എക്സാക്ട് മീനിങ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നു. പിന്നെ ഇവിടെ സുപ്രീം കോർട്ട് എന്ന് പറയുന്നുണ്ട്, ഇപ്പം രണ്ട് മീനിങ് വരുന്ന കേസിൽ മാത്രമേ നമ്മൾ ഈ റൂൾ എടുക്കാവുള്ളൂ. അല്ലാണ്ട് ഒറ്റ മീനിങ് ഉള്ള കേസിലാണ് ഒരിക്കലും നമ്മൾ ഈ റൂൾ എടുക്കാൻ പാടില്ല. അതായത് ഒരു കാര്യത്തിന് തന്നെ രണ്ട് മീനിങ് വരുവാണ്, അങ്ങനെ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഈ റൂള് എടുക്കാവുള്ളൂ. പിന്നെ ഈ കോർട്ട് ഇന്റർപ്രിറ്റ് ചെയ്യുമ്പോൾ ഈ 4 കാര്യങ്ങൾ നോക്കിയതിന് ശേഷം മാത്രമേ കോർട്ട് ഇന്റർപ്രിറ്റ് ചെയ്ത് കൊടുക്കാറുള്ളൂ.
ഈ 4 കാര്യം എന്താണെന്ന് നമുക്ക് നോക്കാം. വാട്ട് വാസ് ദ ലോ ബിഫോർ ദ മേക്കിംഗ് ഓഫ് ദി ആക്ട്? What was the defect, mischief, hardship caused by the earlier law? How does the Act of Parliament seek to resolve or cure the mischief of deficiency? What are the true reasons for the remedy? മൂന്നാമത്തെ കാര്യം, അതായത് ഈ ആക്ട് ഉണ്ടാക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു ലോ വേറെ ഉണ്ടായിരുന്നോ എന്ന് ചെക്ക് ചെയ്യണം. പിന്നെ ഇതിനു മുന്നേ, അതായത് ലോയിൽ എന്തുകൊണ്ടാണ് അതിൻ്റെ ഒരു കറക്റ്റ് കാര്യം, ലോയിൽ എന്തുകൊണ്ടാണ് അതിൻ്റെ ഒരു മെയിൻ കാര്യം പറയാണ്ടിരുന്നത്. വാട്ട് വാസ് ദ ഡിഫക്ട്, മിസ്റ്റേക്ക്, ഹാർഡ് കോസ്ഡ് ബൈ ദ എയർലി ലോ? ആ എയർലി ലോയിൽ എന്താണ് ഉണ്ടായിരുന്നത്, ലോയിൽ എന്താണ് പറയാണ്ടിരുന്നത്. അതുപോലെ തന്നെ വാട്ട് വാസ് ദ റെമഡി, അതുണ്ട്. വാട്ട് വാസ് ദ ട്രൂ റീസൺ ഫോർ ദ റെമഡി, അതായത് ഒരു റെമഡി, അതായത് ആക്ടിൽ എന്തുകൊണ്ട് ഇങ്ങനെ എഴുതി, ഈ ആക്ടിൽ എന്തെങ്കിലും ഒരു പ്രൊവിസോ ആയിട്ട് എന്തെങ്കിലും കൊടുത്തോ? അതായത് ഇതിൽ നമ്മൾ പറഞ്ഞു 2 മീനിങ് വരുന്നുണ്ടല്ലോ. അപ്പോൾ 2 മീനിങ് വരുമ്പോൾ അതിനെ ഇന്റർപ്രിറ്റ് ചെയ്യണം. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ 2 മീനിങ് വരുന്ന രീതിയിൽ അത് എഴുതി, എന്തുകൊണ്ട് അതിൽ എക്സാക്റ്റ് കാര്യം പറഞ്ഞില്ല? ഇനി ഈ ആക്ട് ഉണ്ടാക്കുന്നതിന് മുമ്പ് വേറെ എന്തെങ്കിലും ലോ ഉണ്ടായിരുന്നോ, അതുകൊണ്ടാണോ ഇങ്ങനെ വന്നേ? പിന്നെ ആക്ടിൽ തന്നെ എന്തെങ്കിലും പ്രൊവിസോ ടു ദ സെക്ഷൻ ആയിട്ട് പറയുന്നുണ്ടോ? ആ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യണം. എന്തുകൊണ്ട് ഇങ്ങനെ ആ ആക്ട് എഴുതി, ലോയിൽ എന്തുകൊണ്ടാണ് അത് പറയാതിരുന്നത്, പിന്നെന്താണ് ഈ ആക്ടിന് മുന്നേ എന്തെങ്കിലും ലോ ഇതിന് മുന്നേ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ, ഇതെല്ലാം ചെക്ക് ചെയ്തിട്ട് മാത്രമേ ഒരു കോർട്ടിന് ഇന്റർപ്രിറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അതാണ് ഈ റൂളിൽ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ റൂൾ ഓഫ് ഹെയ്ഡൻ, മിസ്ചീഫ് എന്ന് പറയും, ബെനിഫിഷ്യൽ എന്നൊക്കെ പറയും. ഇതിൽ ഈ ബെനിഫിഷ്യൽ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാലും ആ സെയിം തന്നെയാണ്. പിന്നെ അടുത്ത റൂളാണ് റൂൾ ഓഫ് എക്സെപ്ഷണൽ കൺസ്ട്രക്ഷൻ എന്ന് പറയും. ഈ റൂൾ ഓഫ് എക്സെപ്ഷണൽ കൺസ്ട്രക്ഷനിൽ നമുക്കറിയാം, ലോയിലൊക്കെ ആൻഡ്, ഓറ്, ഇല്ലെങ്കിൽ എന്താ മേയ്, ഷാളൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഉപയോഗിക്കുന്നത്? ആൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇത് രണ്ടും ഈ കാര്യം കൂടി സാറ്റിസ്ഫൈ ചെയ്യണം. ഓർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതിനെ സെപ്പറേറ്റ് ചെയ്യുകയാണ്, ഒന്നെങ്കിൽ അത് ഏതേലും എന്നൊരു രീതിയിൽ. അപ്പം ഇവിടെ ആൻഡ് എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കുമ്പോൾ അതെന്താണ്, ഒരു കൺജക്റ്റീവാണ്. ഓർ എപ്പോഴും ഒരു സെപ്പറേറ്റീവാണ്. അതായത് ഇനി മേ എന്ന് പറയുന്ന ഒരു വേർഡ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്, അതിപ്പോഴും എന്താണ്, ഡിസ്ക്രിഷണറി ആണ്, ഡയറക്ടറി ആണ്. ഷാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മാൻഡേറ്ററി ആണ്. ഇപ്പൊ കമ്പനി ഷാൾ ഫയൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അതൊരു മാൻഡേറ്ററി ആയിട്ട് വേണം ചെയ്യാനായിട്ട് ഷാൾ. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ടറി ആണ്, ചെയ്യാം ചെയ്യാതിരിക്കാം. ഷാൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു ലോയിൽ നിർബന്ധമായിട്ടും ചെയ്യണമെന്നാണ് അതിൻ്റെ അർത്ഥം, മാൻഡേറ്ററി ആണ്. പക്ഷെ മേയുടെ കേസ് ആണെങ്കിൽ ഡയറക്ടറി ആണ്. അതായത് ഒരു ഷാൾ എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാൻഡേറ്ററി ആണ്, കമ്പൽസറി, നിർബന്ധമായിട്ടും ചെയ്യണം. പക്ഷെ മേ എന്ന് പറഞ്ഞാൽ ഡയറക്ടറി ആണ്, ചെയ്യാം ചെയ്യാതിരിക്കുക. ഇപ്പം നമ്മുടെ ലോയിൽ തന്നെ ഇപ്പോൾ ഒരു കാര്യം ചെയ്തിട്ട് അതിൻ്റെ ഒരു കോൺട്രാവെൻഷൻ നടത്തി ഒരു ഒഫൻസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെനാൽറ്റി ഇത്രയാണ് എന്ന് നിർബന്ധമായിട്ടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഷാളാണ് ഉപയോഗിക്കുന്നത്. ഇത്ര പെനാൽറ്റി, ഇത്ര പണിഷ്മെൻ്റ് ഒക്കെ ഷാൾ വെച്ചാണ് നമ്മൾ ഇൻ്റർപ്രിറ്റ് ചെയ്യേണ്ടത്. പക്ഷേ ചില കേസിൽ പറയാറുണ്ട്, ഇന്ന കാര്യം ചെയ്തു കഴിഞ്ഞാൽ കോർട്ട് ഡയറക്റ്റ് ചെയ്തിട്ട് പറയും, കോർട്ടിൻ്റെ ഡയറക്ഷൻ മൂലമാണ് പെനാൽറ്റിയോ പണിഷ്മെൻറ്റോ ഒക്കെ വിധിക്കുന്നത്. അത് മേ ആണ്. കാരണം കോർട്ട് ഇത് പറയാതിരിക്കാം, കോർട്ടിൻ്റെ കയ്യിലാണ്. ആക്ട് തന്നെ നിർബന്ധമായിട്ടും ആക്റ്റിൽ പറഞ്ഞിട്ടുണ്ട് ഇതാണ് അതിൻ്റെ പെനാൽറ്റി എന്ന് പറഞ്ഞിട്ട് അത് ഷാളാണ് ഉപയോഗിക്കുന്നത്. അതാണ് റൂൾ ഓഫ് എക്സെപ്ഷണൽ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് റൂളാണ് റൂൾ ഓഫ് എഡ്യൂസ്ഡം ജനറീസ് എന്ന് പറയും. The term adjustum generis means of the same kind of species. Simply stated, the rule is as follows. അതായത് ഈ എഡ്യൂസ്ഡം ജനറസ് ഉപയോഗിക്കുന്നത് ഒരേ നേച്ചറിൽ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ റൂള് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഒരു കാര്യത്തെ പറ്റി ഇങ്ങനെ കണ്ടിന്യൂസ്ലി പറയുകയാണ്, അപ്പം വേറൊരു കാര്യം അതിൻ്റെ ബാക്കിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തിനെ ബേസ് ചെയ്യാതാണോ ആദ്യത്തെ സെൻറ്റൻസ് പറയുന്നത് ആ ഒരു എക്സാക്ട് മീനിങ് വേണം നമ്മൾ അടുത്ത സെൻറ്റൻസിൽ എടുക്കാനായിട്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം ആക്ട് പെർമിറ്റ് ചെയ്യുകയാണ് നമുക്ക് ഇപ്പം ഡോഗ്സ്, ക്യാറ്റ്, കൗസിനെയൊക്കെ വളർത്താം, അതുപോലെ തന്നെ മറ്റ് ആനിമൽസിനെയും വളർത്താം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇവിടെ അതർ ആനിമൽസ് എന്നും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്, ഇപ്പം വൈൽഡ് ആനിമൽസ് അതിൻ്റെ കൂടെ വരും ഇല്ല. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ കാറ്റഗറി ക്യാറ്റ്,
ഡോഗ്, കൗവ് ഇതൊക്കെ എന്താണ് വീട്ടിൽ വളർത്തുന്ന ഡൊമസ്റ്റിക് ആയിട്ടുള്ള ആനിമൽസ് ആണ്. അതുപോലെ തന്നെ മറ്റ് അതർ ആനിമൽസ് എന്ന് അതിൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ആനിമൽസ് ആണ് അതിൻ്റെ കൂടെ നമ്മൾ ചേർന്ന് പറയേണ്ടത്, അല്ലാണ്ട് ഒരിക്കലും വൈൽഡ് ആനിമൽസ് വരില്ല. അപ്പം അതായത് ഇപ്പോൾ ഒരേ നേച്ചറിലുള്ള കാര്യമല്ല ഞാൻ പറഞ്ഞത്, പിന്നെ ഒരേ നേച്ചറിലുള്ള കാര്യമല്ല പറയണത് എങ്കിൽ ഒരിക്കലും നമ്മുടെ ഈ റൂള് ആപ്ലിക്കബിൾ ആയിട്ട് വരില്ല. ഇത് മനസ്സിലായെന്നറിയില്ല. നമുക്കൊന്നും കൂടി വേണമെങ്കിൽ എക്സാമ്പിൾ പറയാം. അതായത് ഇപ്പം ഒരു ആക്ട് പറയാണ്, ആക്ട് പെർമിറ്റ് ദ കീപ്പിംഗ് ഓഫ് കൗസ്, ഡോഗ്സ്, ബഫലോസ് ആൻഡ് അതർ ആനിമൽസ്. ഇവിടെ ഈ അതർ ആനിമൽസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഡൊമസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ആനിമൽസ് ആണ്, അല്ലാണ്ട് ഒരിക്കലും വൈൽഡ് ആനിമൽസ് ഇതിൽ വരില്ല. ഇപ്പം ആക്ട് പെർമിറ്റ് ചെയ്യുന്നു ക്യാറ്റ്, കൗ, അതർ ആനിമൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലയന്, ടൈഗേഴ്സ് ഒക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. അപ്പം എന്താണ് ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ സെൻറ്റൻസ് അതുമായി ബന്ധപ്പെട്ട് രണ്ടാമത് പറഞ്ഞ വേർഡ്സ് എപ്പോഴും ആദ്യത്തെ വേർഡ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടിരിക്കും, ആദ്യത്തെ ആനിമൽസിൻ്റെ വേർഡ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടിരിക്കും രണ്ടാമത് പറഞ്ഞ അതർ ആനിമൽസ്, അല്ലാണ്ട് ഒരിക്കലും വൈൽഡ് ആനിമൽസ് എന്ന് പറയുന്ന കാറ്റഗറി വരില്ല. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് സെയിം കൈൻഡ് ഓർ സ്പീഷ്യസിൽ വരുന്നതിനെയാണ് ആ സമയത്ത് മാത്രമേ നമ്മൾ എജുസ്റ്റം ജെൻറസ് എന്ന് പറയുന്ന ടേം യൂസ് ചെയ്തുള്ളൂ. അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഇപ്പം ഹോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഡൊമസ്റ്റിക് ആനിമൽ ആണ്. അപ്പോൾ ഹോഴ്സ് എന്ന് പറഞ്ഞാലും ഡൊമസ്റ്റിക്കേറ്റ് ആണ്, അല്ലാണ്ട് ഒരിക്കലും വൈൽഡ് അല്ല. അപ്പം ഇനി കേസിലിപ്പോൾ ഞാൻ ആദ്യത്തെ സെൻറ്റൻസ് പറഞ്ഞപ്പോൾ ആ സെയിം നേച്ചറിലുള്ള കാര്യമല്ല ഞാൻ ആദ്യം പറഞ്ഞതെങ്കിൽ ഒരിക്കലും നമ്മൾ ആ രണ്ടാമത്തെ സെൻറ്റൻസ് എടുക്കുമ്പോൾ ആ ആദ്യത്തെ സെൻറ്റൻസുമായി ബന്ധപ്പെട്ടത് എടുക്കാനായിട്ട് പാടില്ല. അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ റൂൾസ് എല്ലാം ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ചില എക്സെപ്ഷൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ജസ്റ്റ് റീഡ് ചെയ്ത് നോക്കാം. അപ്പം പ്രൈമറി റൂളിൽ കുറച്ച് റൂൾസൊക്കെ ഉണ്ടായിരുന്നു. റീസണബിൾ റൂള്, ഗോൾഡൻ റൂള്, ഹെയ്ഡൻ, മിസ്ചീഫ്, എജൂസ്റ്റം ജനറൽ, എക്സെപ്ഷണൽ, ഇതൊക്കെ ഉണ്ട്. അപ്പം ജസ്റ്റ് ലിറ്ററൽ ആൻഡ് ഗ്രാമറ്റിക്കൽ കൺസ്ട്രക്ഷൻസ് അതൊക്കെ ഒന്ന് റീഡ് ചെയ്ത് വെക്കുക. അപ്പോൾ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി രണ്ടാമത്തെ റൂളാണ് സെക്കൻഡറി റൂള്. സെക്കൻഡറി റൂളിന് മറ്റൊരു നെയിമുണ്ട്, അതർ റൂൾ എന്നും പറയാറുണ്ട്. അപ്പം ഈ അതർ റൂളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ഈ അതർ റൂളിൽ ചിലപ്പം എക്സ്പ്രസ്ലി ചില കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം മറ്റേത് എക്സ്ക്ലൂഡ് ചെയ്തതിന് തുല്യമാണ്. അപ്പോൾ ചില കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റു പല കാര്യങ്ങൾ എക്സ്ക്ലൂഡ് ചെയ്തതിന് തുല്യമാണ്, അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ ഡോക്ട്രിൻ ഓഫ് കണ്ടംപററി എക്സ്പോസിഷൻ എന്ന് പറയുന്നുണ്ട്. അതായത് ഈ കണ്ടംപററി കൺസ്ട്രക്ഷൻ എന്ന് പറയാറുണ്ട്. അപ്പം കണ്ടംപററി കൺസ്ട്രക്ഷനിൽ മെയിനായിട്ട് ഇത് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് ഓൾഡ് സ്റ്റാറ്റ്യൂട്ടിനാണ്. ഇതിനെ തന്നെ കണ്ടംപറോണിയോ എക്സ്പോസിഷൻ എന്ന് പറയാറുണ്ട്. അതൊരു ലാറ്റിൻ വേർഡാണ്. നമ്മളൊരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് അത് ഡെറൈവ് ചെയ്ത് വന്നിട്ടുണ്ട്. കണ്ടംപറോണിയോ എക്സ്പോസിഷൻ എന്നാണ് ഇത് പറയുന്നത്. പിന്നെ ഈ കണ്ടംപററി കൺസ്ട്രക്ഷനിൽ മെയിൻലി ഇപ്പോൾ ലോ നേരത്തെ ഒക്കെ ഉണ്ടാക്കിയിട്ടായിരിക്കില്ല. അപ്പോൾ ലോ എന്നുണ്ടാക്കിയോ അന്ന് തൊട്ടുള്ള അതിൻ്റെ എഫക്റ്റ്, വാലിഡിറ്റി അത് ഇപ്പോഴും വരും. ഇപ്പോൾ നമ്മളൊരു ലോ റീഡ് ചെയ്യുമ്പം അത് എന്നാണോ അത് ഉണ്ടാക്കിയ അന്നത്തെ ആ രീതിയിൽ തന്നെ നമ്മൾ അതിനെ ഇൻ്റർപ്രിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. എന്ന് ലോ ഉണ്ടാക്കിയോ അന്ന് തൊട്ടുള്ള ഇതിൻ്റെ എഫക്റ്റ് എപ്പോഴും ആ ലോയിൽ വരും. അപ്പോൾ നമുക്ക് അതിനെപ്പോഴും ആ വാലിഡിറ്റി ഉണ്ട്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കണം. പിന്നെ ഇപ്പം പുതിയൊരു ലോ വന്നു, അപ്പം പഴയ ലോയുടെ അടിയിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഫോളോ ചെയ്തുകൊണ്ട് വന്നുകൊണ്ടിരുന്നതാണ്. അപ്പം ന്യൂ ലോയിൽ പ്രത്യേകിച്ച് ആ കാര്യത്തെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് വെച്ചുകൊണ്ട് ആ പഴയ ലോയിൽ ഉണ്ടായിരുന്ന കാര്യം ഇപ്പം ഫോളോ ചെയ്യരുത് എന്നല്ല അതിനർത്ഥം. ഇപ്പം ഇത്രേ ഉള്ളൂ. ഇപ്പം പഴയ ലോയിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, പുതിയ ലോ വന്നു, അപ്പം പഴയ ലോയിൽ പറഞ്ഞ കാര്യത്തെ പറ്റി ഒന്നും പ്രത്യേകിച്ച് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. അതിനർത്ഥം പുതിയ ലോ വന്നപ്പോൾ ആ പഴയ ലോ പോയി എന്നല്ല, അതിപ്പോഴും ഫോളോ ചെയ്യണം എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അപ്പം അത് ഇപ്പോഴും ഫോളോ ചെയ്യണം എന്നുകൊണ്ടാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇത് കണ്ടില്ലേ, ഇതൊരു ലാറ്റിൻ വേർഡാണ്, ഒപ്റ്റിമം ലെഗം ഇന്റർപ്രസ് എസ് കോൺസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയും. ഇതെല്ലാം ഒരു ലോനെ ഇന്റർപ്രിറ്റ് ചെയ്യുക, അതെല്ലാം ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് വന്നത്. പിന്നെ ഇത് കണ്ടില്ലേ, ഇവിടെ ഒരു ലാറ്റിൻ വേർഡ് കൊടുത്തിട്ടുണ്ട്, കണ്ടംപറേനിയോ എക്സ്പോസിഷോ എസ്റ്റോപ്യൂമിയ എറ്റ് ഫോർട്ടീഷിന ഇൻ ലഗെ എന്നാണ് ഇത് വായിക്കേണ്ടത്. കണ്ടംപറേനിയോ എക്സ്പോസിഷോ എസ്റ്റ് ഒപ്റ്റിമ എറ്റ് ഫോർട്ടീന ഇൻ ലഗെ. അതായത് ഇതെല്ലാം ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് വന്നത്. ഇപ്പോൾ എന്നാണോ ഒരു ലോ ഉണ്ടാക്കി ആ രീതിയിൽ തന്നെ വേണം നമ്മൾ അതിനെ ഇൻ്റർപ്രിറ്റ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഓൾഡ് ലോയിൽ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ന്യൂ ലോയിൽ ഒന്നും പറഞ്ഞിട്ടില്ലേ അതിനർത്ഥം അത് ഫോളോ ചെയ്യരുത് എന്നല്ല, അത് ഫോളോ ചെയ്യണം, അതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഫോളോ ചെയ്യാതിരിക്കരുത് പ്രത്യേകിച്ച്. അതാണ് ഇതിൽ പറയുന്നത്. കണ്ടംപററി കൺസ്ട്രക്ഷൻസ് മെയിൻലി ഓൾഡ് സ്റ്റാറ്റ്യൂട്ടിനാണ് അത് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അപ്പം ഓൾഡ് ലോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ന്യൂ ലോയിൽ വന്നാലും അത് ആപ്ലിക്കബിൾ ആയിട്ടിരിക്കും. ന്യൂ ലോയിൽ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും നമ്മൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇപ്പം മെൻഷൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അതൊരിക്കലും ഫോളോ ചെയ്യാതിരിക്കരുത്, അതാണ് ഇതിൽ പറയുന്നത്. പിന്നെ 2-3 ലാറ്റിൻ വേർഡ് ഉണ്ട്. ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഇതൊക്കെ ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പം അതൊക്കെ ഒന്ന് വായിച്ചു വെക്കുക. ഇനി അടുത്താണ് നൊസിസർ എ സൂഷി എന്ന് പറയും. അതാണ് നമ്മൾ ഫസ്റ്റ് കണ്ട ഇത്. അപ്പം ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ ലോ ഓഫ് കണ്ടംപററിയിൽ നമ്മൾ പറഞ്ഞു, ഇപ്പം പഴയ ലോ ഇന്റർപ്രിറ്റ് ചെയ്യുന്നത് ആ പഴയ എന്നാണോ ആ ലോ ഉണ്ടാക്കി ആ രീതിയിൽ തന്നെ വേണം നമ്മൾ ഇന്റർപ്രിറ്റ് ചെയ്യാനായിട്ട്. അല്ലാണ്ട് ഇപ്പത്തെ ലോ വെച്ച് അല്ല നമ്മൾ ഇന്റർപ്രിറ്റ് ചെയ്തെടുക്കാനായിട്ട്. എന്നാണോ ആ പഴയ ലോ ഉണ്ടാക്കിയ ആ കാര്യം തൊട്ടുള്ള അതിൻ്റെ എഫക്റ്റ് വാലിഡിറ്റി നമ്മൾ കൊടുക്കണം കേട്ടോ. അത്രേ ഉള്ളൂ. പിന്നെ ഇനി നമുക്ക് നെക്സ്റ്റ് എന്തായിരുന്നു, നൊസിഷ്യർ ആസ് സൂഷി, നമുക്ക് എന്താണെന്ന് നോക്കാം. അതായത് ഇവിടെ ഇപ്പോൾ സിമിലർ മീനിങ്സ് 2 കാര്യങ്ങൾക്ക് വരുവാണ്. ഇപ്പം 2ഓ അതിലധികമോ വേർഡ്സിന് സിമിലർ ആയിട്ടുള്ള മീനിങ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സിറ്റുവേഷൻ അനുസരിച്ച് വേണം നമ്മളത് യൂസ് ചെയ്യാനായിട്ട്. അപ്പം ആ വേർഡിൻ്റെ സിറ്റുവേഷൻസ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നമ്മൾ നോക്കിയിട്ട് വേണം അതിൻ്റെ എക്സാക്റ്റ് മീനിങ് നമ്മൾ എടുക്കാനായിട്ട്. ആ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇതൊരു എക്സാമ്പിൾ ഉണ്ട്, ഇല്ലെങ്കിൽ വേറൊരു എക്സാമ്പിൾ. ഇപ്പം ജസ്റ്റ് പ്ലാന്റ് എന്ന് പറയാം. പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പ്ലാന്റ് ആൻഡ് മിഷനറി വരാൻ ചാൻസ് ഉണ്ട്, ഇല്ലെങ്കിൽ എന്താ പ്ലാന്റ് ആൻഡ് ട്രീസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം പ്ലാന്റ് എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആ സെൻറ്റൻസ്. ഇപ്പം പ്ലാന്റ് ആൻഡ് മിഷനറിയായി ബന്ധപ്പെട്ടുള്ള പ്ലാന്റ് ആണോ, ഇല്ലെങ്കിൽ പ്ലാന്റ് ആൻഡ് ട്രീസുമായി ബന്ധപ്പെട്ട പ്ലാന്റ് ആണോ നമുക്കറിയില്ല. അപ്പം നമ്മൾ ആ എക്സാക്റ്റ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വായിച്ചിട്ട് വേണം നമ്മൾ അതിൻ്റെ മീനിങ് ശരിക്കും എടുക്കാണ്ട്. വെറുതെ പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ വരും. അപ്പം സെൻറ്റൻസിൽ കൊടുത്തിട്ടുണ്ടല്ലോ, ഇപ്പം പ്ലാന്റ് ആൻഡ് മിഷനറിയായി ബന്ധപ്പെട്ട പ്ലാന്റ് ആണെങ്കിൽ നമുക്കറിയാം അതെന്താണ്, മിഷനറിയായി ബന്ധപ്പെട്ട പ്ലാന്റ് ആണ്, അല്ലാണ്ട് എന്താ ചെടിയല്ല. ഈ ട്രീസ് ബന്ധപ്പെട്ട പ്ലാന്റിൻ്റെ കാര്യം പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്. അപ്പം അതിൻ്റെ ഏത് സിറ്റുവേഷനിലാണോ ആ വേർഡ്സ് ഉപയോഗിച്ചിട്ടുള്ളത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കോണ്ടെക്സ്റ്റ് ഒക്കെ അനുസരിച്ച് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ സിമിലർ ആയിട്ടൊരു വേർഡ്സിന് മീനിങ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സിറ്റുവേഷൻ അനുസരിച്ച് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. അതാണ് നൊസിഷ്യർ ആസ് സൂഷി എന്ന് പറയുന്ന അതർ റൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഇന്റേണൽ എയ്ഡ്സ് ടു ഇന്റർപ്രിട്ടേഷൻ. അപ്പോൾ ഇന്റേണൽ എയ്ഡ്സിൽ കുറേ കാര്യങ്ങളുണ്ട്. ലോങ് ടൈറ്റിൽ, പ്രിയാമ്പിൾ, ഹെഡിങ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ നമുക്ക് ടൈറ്റിൽ എന്താണെന്ന് നോക്കാം. ടൈറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ലോങ് ടൈറ്റിൽ വരും, ഷോർട്ട് ടൈറ്റിൽ വരും. അതായത് ദ ഷോർട്ട് ടൈറ്റിൽ മെയർലി ഐഡന്റിഫൈസ് ദ ഇനാക്ട്മെന്റ് ആൻഡ് ഈസ് ചൂസൺ മെയർലി ഫോർ കൺവീനിയൻസ്. അതായത് ഷോർട്ട് ടൈറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനാക്ട്മെന്റ് ആക്ട് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്തു തരും. പിന്നെ ലോങ് ടൈറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ക്രൈബ് ദ ഇനാക്ട്മെന്റ് ആൻഡ് ഡസ് നോട്ട് മിയർലി ഐഡന്റിഫൈ ഇറ്റ്. ലോങ് ടൈറ്റിൽ എന്ന് പറയുമ്പോൾ ആക്ട് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു, അത് മാത്രമല്ല ചെയ്യുന്നത്, പിന്നെ ആക്ടിനെ ഡിസ്ക്രൈബും കൂടി ചെയ്യുന്നു. അപ്പം ലോങ് ടൈറ്റിൽ എന്ന് പറയുമ്പോൾ ആക്ടിനെ ഡിസ്ക്രൈബും ചെയ്യുന്നു, അതെന്താണെന്ന് ഐഡന്റിഫൈയും ചെയ്യുന്നു. ലോങ് ടൈറ്റിൽ ആണെങ്കിൽ ഇനാക്ട്മെന്റ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു, പിന്നെ കൺവീനിയൻസിന് വേണ്ടിയിട്ട്. ഇനി രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ പ്രിയാമ്പിൾ. പ്രിയാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്ട് അതിൻ്റെ സ്കോപ്പ് എന്താണ്, അതുപോലെ തന്നെ അതിൻ്റെ എന്താണ് പെർപ്പസ് എന്താണ്, എക്സ്പ്രസസ് സ്കോപ്പ്, ഒബ്ജക്റ്റീവ് ആൻഡ് പെർപ്പസ് ഓഫ് ആക്ട്. ഒരു ആക്ടിൻ്റെ പെർപ്പസ്, ഒബ്ജക്റ്റീവ്സ്, സ്കോപ്പ് എന്തെന്നൊക്കെയാണ് പ്രിയാമ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രിയാമ്പിൾ എന്ന് പറയുന്നത് ആക്ടിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, ആക്ട് എന്താണ്, അതിൻ്റെ സ്കോപ്പ്, ഒബ്ജക്റ്റീവ്സ് അതെല്ലാം പറയുന്നു. അതാണ് പ്രിയാമ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ പ്രിയാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ദ പാർട്ട് ഓഫ് ദ ഇനാക്ട്മെന്റ്, അതായത് ആക്ടിൻ്റെ തന്നെ ഒരു പാർട്ടാണ്. ഇപ്പം ആക്ടിൻ്റെ പ്രൊവിഷനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ പ്രിയാമ്പിൾ ചെക്ക് ചെയ്താൽ മതി. പിന്നെ പ്രിയാമ്പിളെ പറ്റി പറയുമ്പോൾ ഇതൊരിക്കലും നോട്ട് ഓവർറൈഡ് ദ പ്ലെയിൻ പ്രൊവിഷൻ ഓഫ് ദി ആക്ട്. ആക്ടിനെ ഒരിക്കലും അത് ഓവർറൈഡ് ചെയ്യില്ല. ആക്ടിൽ എന്താണോ പറയുന്നത് അതിൻ്റെ സ്കോപ്പ്, ഒബ്ജക്റ്റീവ്സ് ഒക്കെ എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ്, അല്ലാണ്ട് ആക്ടിനേക്കാൾ എന്തോ ഒന്ന് പറഞ്ഞു തരുന്നതല്ല. ഒരിക്കലും ആക്ടിനെ ഓവർറൈഡ് ചെയ്യില്ല. ഇപ്പം നമ്മൾ പ്രിയാമ്പിൾ കഴിഞ്ഞു. പിന്നെ നെക്സ്റ്റത്തെയാണ് ടൈറ്റിൽ ഓഫ് ദി ചാപ്റ്റർ. ചാപ്റ്റർ ഹെഡിങ് എന്ന് പറയും. അപ്പോൾ ഈ ചാപ്റ്റർ ഹെഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്
ഹെഡിങ് ഓഫ് ദ സെക്ഷൻ ഹെൽപ്പ് ടു ഇന്റർപ്രിറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഈ ചാപ്റ്റർ ഹെഡിങ് എന്ന് പറയുന്നത്. പിന്നെ ഹെഡിങ്സ് ഒരിക്കലും സെക്ഷനെ ഓവർറൈഡ് ചെയ്യില്ല. സെക്ഷനെ ഓവർറൈഡ് ചെയ്യാനായിട്ട് ഹെഡിങ്ങിന് പറ്റില്ല. അതായത് ഒരു സെക്ഷനിൽ ഒരു ഹെഡിങ് എഴുതി കഴിഞ്ഞാൽ നമുക്കറിയാം ആ സെക്ഷനെ പറ്റി എന്ന് ജസ്റ്റ് ഇന്റർപ്രിറ്റ് ചെയ്യുകയാണ് ഒരു ഹെഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ്. ഇനി അടുത്താണ് മാർജിനൽ നോട്ട്സ് എന്ന് പറയുന്നത്. മാർജിനൽ നോട്ട്സ് ആർ സമ്മറൈസസ് ആൻഡ് സൈഡ് നോട്ട്സ് ഓഫൺ ഫൗണ്ട് അറ്റ് ദ സൈഡ് ഓഫ് ദി സെക്ഷൻ ഓർ ഗ്രൂപ്പ് ഓഫ് സെക്ഷൻ ആക്ട് purporting to sum up the effect of that section or sections. ഈ മാർജിനൽ നോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് സെക്ഷൻ്റെ സൈഡ് ഓഫ് സെക്ഷനിൽ കാണും. അതായത് ഒരു നോട്ട്സ് പോലെ സെക്ഷനെ പറ്റി ചെറുതായിട്ടൊരു നോട്ട്സ് പോലെ അവിടെ ക്രിയേറ്റ് ചെയ്ത് എഴുതി വെക്കുന്നതിനെയാണ് മാർജിനൽ നോട്ട്സ് എന്ന് പറയുന്നത്. ഈ മാർജിനൽ നോട്ട്സ് എന്ന് പറയുന്നത് ഒരിക്കലും ലോയുടെ ഭാഗമല്ല, അതായത് ആക്ടിൻ്റെ ഭാഗമല്ല ഇത്. അതായത് ആക്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നീട് ഇൻസേർട്ട് ചെയ്യുന്ന ഒരു സമ്മറി ആയിട്ടുള്ള നോട്ട്സ് ആണ് മാർജിനൽ നോട്ട്. സമ്മറീസ് എന്നുണ്ടല്ലോ, ഒരു സമ്മറി, ആക്ടിനെ പറ്റിയൊക്കെ ഉള്ളൊരു സമ്മറിയാണ്. അപ്പം ആക്ടിൻ്റെ ഭാഗമല്ല, ആക്ട് എഴുതി കഴിഞ്ഞിട്ട് പിന്നീട് ഇൻസേർട്ട് ചെയ്യുന്ന ഒന്നാണ് ഈ മാർജിനൽ നോട്ട്സ് എന്ന് പറയുന്നത്. പിന്നെ ഒരിക്കലും സെക്ഷൻസ് ഇന്റർപ്രിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഒരിക്കലും ഈ മാർജിനൽ നോട്ട് യൂസ് ചെയ്തില്ല. സെക്ഷനെ ഇന്റർപ്രിറ്റ് ചെയ്യാനായിട്ട് നോട്ട്സ് ഉപയോഗിക്കില്ല. കാരണം എന്താ, ഇതൊരു മാർജിനൽ നോട്ട്സ് കൊണ്ട് സമ്മറീസ് ആണ്, ആക്ടിനെ പറ്റിയൊക്കെ ഒരു സമ്മറീസ് ആണ്, സൈഡ് നോട്ട്സ് ആയിട്ടാണ് എഴുതുന്നത്. സെക്ഷൻ്റെ സൈഡിലായിട്ട് ഒരു സൈഡ് നോട്ട്, സൈഡ് ഓഫ് സെക്ഷൻ ആയിട്ടാണ് നമ്മളിത് കാണുന്നത്. ആക്ടിൻ്റെ ഭാഗമല്ല, ആക്ട് എഴുതി കഴിഞ്ഞിട്ട് ഇൻസേർട്ട് ചെയ്യുന്ന ഒന്നാണ് മാർജിനൽ നോട്ട്സ് എന്ന് പറയുന്നത്. അടുത്താണ് ഡെഫിനീഷൻസ് എന്ന് പറയുന്നത്. ഡെഫിനീഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു കാര്യത്തെ പറ്റി ഡിഫൈൻ ചെയ്യുമ്പോൾ എന്താണ്, ഇറ്റ്സ് മീൻസ്, ഇറ്റ്സ് ഇൻക്ലൂഡ് എന്ന് പറഞ്ഞ് തുടങ്ങാറുണ്ട്. സാലറി ഇൻക്ലൂഡ്സ് എന്നൊക്കെ പറഞ്ഞ് എഴുതാറുണ്ട് അല്ലേ. അപ്പം ഡെഫിനീഷനിൽ മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേർഡ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് എക്സ്ഹോസ്റ്റീവ് ഇൻ നേച്ചറിലും അതുപോലെ തന്നെ റെസ്ട്രിക്റ്റീവാണ്. ഒരു കാര്യം മീൻ എന്നുകൊണ്ട് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ വേറെ ഒരു കാര്യവും നമുക്ക് അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റില്ല. എന്താണോ അവർ ലോയിൽ മീൻസ് എന്നും പറഞ്ഞ് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൽ വേറെ മറ്റു കാര്യങ്ങളൊന്നും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അത് എക്സ്ഹോസ്റ്റീവ് ഇൻ നേച്ചർ ആൻഡ് റെസ്ട്രിക്റ്റീവ് നേച്ചറിലാണ്. അതുകൊണ്ട് അത് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്, ഇത്രയും കാര്യം മതി. ദിസ് മീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മീനിങ് മാത്രമേ എഴുതാനായിട്ട് പാടുള്ളൂ. ഇനി ഡെഫിനേഷൻ നമുക്കറിയാം, ഇൻക്ലൂഡ് എന്ന് പറഞ്ഞൊരു വേർഡ് ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. ഇൻക്ലൂഡ് എന്ന് പറഞ്ഞ വേർഡ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അഡീഷനായിട്ട് പുതിയ കാര്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് അഡീഷൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇതിൽ മീൻ എന്ന് പറയുന്ന വേർഡ് ഡെഫിനേഷനിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ റെസ്ട്രിക്റ്റീവ് ആൻഡ് എക്സ്ഹോസ്റ്റീവ് ഇൻ നേച്ചറാണ്. അതായത് എന്താണോ അതിൻ്റെ പ്രിമാ ഫേസിൽ ഉപയോഗിച്ചേക്കുന്നത് അത് ആ വേർഡ് കൊണ്ട് ആ ഡെഫിനേഷൻ അതുവഴി റെസ്ട്രിക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇൻക്ലൂഡ് ആണെങ്കിൽ പുതിയ കാര്യങ്ങൾ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഡെഫിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെയാണ്. ഡെഫിനേഷൻ ഒരു കാര്യത്തെ പറ്റി ഡിഫൈൻ ചെയ്യുന്നു, ഇല്ലെങ്കിൽ ഡെഫിനേഷൻ സെക്ഷൻ ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ ക്ലോസ് എന്നാണ് അതിന് പറയുന്നത്. ഇപ്പം നമുക്കറിയാം കമ്പനീസ് ആക്ടിൽ കമ്പനി മീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി മീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണോ, കമ്പനി മീൻ കമ്പനീസ് ഇൻകോപ്പറേറ്റ് ഇൻ ഇന്ത്യ ഔട്ട്സൈഡ് ഇന്ത്യ എന്നൊക്കെ പറയുന്ന മീനിങ് ഇല്ലേ, അതിൽ വേറെ കാര്യങ്ങൾ നമുക്ക് എടുത്ത് എഴുതാനായിട്ട് പറ്റില്ല. ഇനിയിപ്പം സാലറി ഇൻക്ലൂഡ്സ്, അതിപ്പം നമ്മുടെ ലോയിലെ അല്ല, ഇപ്പം സാലറി ഇൻക്ലൂഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് ഇതിൽ പേഴ്സൺ ഇൻക്ലൂഡ്സ് എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ അതിലൊക്കെ എന്താണ് ഇൻക്ലൂഡ് പിന്നെ നമുക്ക് അഡീഷൻ ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഡെഫിനേഷൻ സെക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ഇവിടെ കൊടുത്തേക്കുന്നുണ്ടല്ലേ, കൺസ്ട്രക്ഷൻ ഓഫ് ഡെഫിനേഷൻ, റെസ്ട്രിക്റ്റീവ് ആൻഡ് എക്സ്റ്റെൻസീവ് ഡെഫിനേഷൻസ് ഉണ്ട്, ആംബിഗ്യസ് ഡെഫിനേഷൻ സബ്ജക്റ്റ് ടു കോൺട്രറി കോണ്ടെക്സ്റ്റ് ഉണ്ട്. ഇത് തന്നെയാണ് ഞാനിപ്പോൾ പറഞ്ഞ മീന്, ഇൻക്ലൂഡ്, പിന്നെ മീൻസ് ആൻഡ് ഇൻക്ലൂഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി മീൻസ് ആൻഡ് ഇൻക്ലൂഡ്സ് ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ അത് എക്സ്ഹോസ്റ്റീവ് ആണ്. പിന്നെ ടു അപ്ലൈ ടു ആൻഡ് ഇൻക്ലൂഡ് അണ്ടർസ്റ്റുഡ് ആസ് എക്സ്റ്റെൻസീവ് ആണ്. അതൊക്കെയാണ്. അടുത്താണ് ഇല്ലുസ്ട്രേഷൻസ് എന്ന് പറയും. ഇല്ലുസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓരോ പ്രോബ്ലം ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇല്ലുസ്ട്രേഷൻസ് കാണിക്കും. അതെന്താ, പ്രോബ്ലത്തിൻ്റെ തിയറി പറഞ്ഞിട്ട് അത് എങ്ങനെയാണ് ആപ്ലിക്കബിൾ ആകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നതാണ് ഇല്ലുസ്ട്രേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇല്ലുസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ആക്ട് ചില എക്സാമ്പിൾസ് ഒക്കെ തരും. അത് തരുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ആ ലോ ഇൻ്റർപ്രിറ്റ് ചെയ്യാനായിട്ട് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട്, ഈസി ടു ഇൻ്റർപ്രിറ്റ് ദി ലോ, അതിന് വേണ്ടിയിട്ടാണ് ഇല്ലുസ്ട്രേഷൻസ് ഒക്കെ തരുന്നത്. പിന്നെ ഇല്ലുസ്ട്രേഷൻസ് ഒരിക്കലും കനോട്ട് മോഡിഫൈ ദ കണ്ടന്റ് ഓഫ് ദ സെക്ഷൻ. ഇല്ലുസ്ട്രേഷനിൽ ഒരിക്കലും ആ സെക്ഷനെ മോഡിഫൈ ചെയ്തുകൊണ്ട് വേറെ ഒരു കാര്യമല്ല തരുന്നത്. എന്താണോ സെക്ഷനിൽ പറയുന്നത് ആ സെയിം സാധനം തന്നെയായിരിക്കും ഇല്ലുസ്ട്രേഷനിൽ വരുന്നത്. അല്ലാണ്ട് ഒരിക്കലും കൂടുതൽ മോഡിഫൈ ചെയ്തിട്ട് പുതിയൊരു ഇല്ലുസ്ട്രേഷൻ തരികയല്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 കുറേ ഇല്ലുസ്ട്രേഷൻസ് ഒക്കെ ഉണ്ട്.
അതാണ് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഇവർ പറയുന്നത്. അടുത്താണ് പ്രൊവിസോ എന്ന് പറയും. ഈ ലോയിലൊക്കെ കൂടുതൽ കണ്ടിട്ടുണ്ട് പ്രൊവിസോ ടു ദി സെക്ഷൻസ് എന്നൊക്കെ. അതായത് സെക്ഷൻസിന് ചില എക്സെപ്ഷൻസ് ഒക്കെ കൊടുക്കുന്നതാണ്. ഈ പ്രൊവൈഡഡ് ദാറ്റ് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കാറുണ്ട്. പിന്നെ ഈ സേവിങ് ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് യൂസ് ടു പ്രിസർവ് ഫ്രം ഡിസ്ട്രക്ഷൻ സർട്ടൻ റൈറ്റ്സ് റെമഡീസ് ഓഫ് പ്രിവിലേജസ് ഓൾറെഡി എക്സിസ്റ്റഡ്. ഈ സേവിങ് ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണയായിട്ട് ഈ സേവിങ് ക്ലോസ് പുതിയൊരു ലോ വരുമ്പോഴാണ് ഇത് കാണുന്നത്. അതായത് ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കമ്പനീസ് ആക്ട് 1956 പഴയൊരു ആക്ട് അല്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ എന്താണ് കമ്പനീസ് ആക്ട് 2013 ആണ്. അപ്പം 1956 ആക്ടിലെ ചില റൈറ്റ്സ് പ്രിവിലേജസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പുതിയ ആക്ട് വരുമ്പോഴും അത് മുന്നോട്ട് പോകുന്നു എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനെയാണ് സേവിങ് ക്ലോസ് എന്ന് പറയുന്നത്. ഇനി ആക്ട് റിപ്പീലാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആക്ട് നിലവിൽ ഉണ്ടതായിട്ട് അതായത് 1956 എന്ന് പറയുന്ന ആക്ട് റിപ്പീൽ ചെയ്തു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ 1956 എക്സിസ്റ്റ് ആയിട്ട് അതായത് ഉണ്ടായിരുന്നതായിട്ടേ കാണാൻ പറ്റില്ല. അപ്പം 2013 എന്ന് പറയുന്ന ആക്ട് മാത്രമേ ഫോളോ ഉള്ളൂ എന്ന രീതിയിൽ വേണം പോകാനായിട്ട്. അപ്പം 2013 എന്ന് പറയുന്ന ആക്ടിൽ ഒരു സേവിങ് ക്ലോസ് ഉണ്ടെങ്കിൽ അതിനർത്ഥം 1956 പറഞ്ഞിട്ടുള്ള ഒരു ആക്ടിലെ ഒരു കാര്യം, അതായത് എന്തെങ്കിലും ഒരു കാര്യത്തിന് റൈറ്റ് പ്രിവിലേജസ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പുതിയ ലോ വരുമ്പോഴും അത് ഫോളോ ചെയ്യണമെന്ന് തന്നെയാണ് അർത്ഥം. അത് എഴുതി വെക്കും. അതായത് പഴയ ആക്ടിൽ ഫോളോ ചെയ്ത് തന്നെ ഇപ്പോഴും ഫോളോ ചെയ്യണം എന്ന് എഴുതി വെക്കുന്നതാണ് ഒരു സേവിങ് ക്ലോസ്. സേവ് ചെയ്ത് വെക്കുക എന്ന് നമ്മൾ പറയില്ലേ, സേവിങ് ക്ലോസ് ആണ്. അപ്പം ഇനിയും പഴയ ആക്ട് റിപ്പീൽ ചെയ്യുമ്പോൾ മാത്രമാണ് സേവിങ് ക്ലോസ് ഇല്ലാണ്ടാവുക. അതായത് റിപ്പീൽ ചെയ്യുക എന്നർത്ഥം അതായത് ആ ആക്ട് പഴയ ഒരു ആക്ട് നിലവിൽ ഉണ്ടായിരുന്നതായിട്ടേ നമ്മൾ കാണരുത്. ഇപ്പം 1950s കേസിലാണെങ്കിലും നമ്മൾ എന്താണ് കമ്പനീസ് ആക്ട് 2030 പ്രകാരമാണ് ഇപ്പം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അല്ലാത്ത കേസിൽ ഇപ്പം പഴയ ആക്ടിൽ എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പുതിയ ആക്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്, ആ കാര്യങ്ങളെല്ലാം വീണ്ടും തുടരും എന്ന് എഴുതി വെക്കുന്നതാണ് സേവിങ് ക്ലോസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ചില സമയത്ത് നമ്മുടെ സ്റ്റാറ്റ്യൂട്ടും സേവിങ് ക്ലോസും തമ്മിൽ എന്തെങ്കിലും തരത്തിൽ കോൺഫ്ലിക്റ്റ് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതാണ് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ഇമ്പോർട്ടൻസ് സ്റ്റാറ്റ്യൂട്ടിനാണ് കൊടുക്കേണ്ടത്. സേവിങ് ക്ലോസ് റിജക്റ്റ് ചെയ്യണം. കോൺഫ്ലിക്റ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് സ്റ്റാറ്റ്യൂട്ടും സേവിങ് ക്ലോസും തമ്മിൽ എന്തെങ്കിലും തരത്തിലൊരു കോൺഫ്ലിക്റ്റ് ഹാപ്പൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സേവിങ് ക്ലോസ് അല്ല നോക്കേണ്ടത്, മറിച്ച് സ്റ്റാറ്റ്യൂട്ടാണ് നോക്കേണ്ടത്. അല്ലാത്ത കേസിൽ എന്താണ് ഇപ്പം പഴയ ആക്ടിൽ എന്തെങ്കിലും കാര്യം റൈറ്റ് പ്രിവിലേജസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മുന്നോട്ട് പോകുന്നു എന്ന് എഴുതി വെക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സേവിങ് ക്ലോസ് എന്ന് പറയും. പിന്നെ അടുത്തതാണ് എക്സ്പ്ലനേഷൻ എന്ന് പറയും. എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സെക്ഷൻ വായിച്ചിട്ടൊന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മൾ എക്സ്പ്ലനേഷനിൽ ചെന്ന് റീഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ കാര്യത്തെ പറ്റി ഒരു അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് കിട്ടും. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്താണ് എപ്പോഴും എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് സെക്ഷനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടത്. അല്ലാണ്ട് സെക്ഷനുമായിട്ട് ഒട്ടും റിലേറ്റഡ് അല്ലാത്ത സെക്ഷനേക്കാളും എന്തോ കൂടുതൽ എഴുതി വെക്കുന്ന ഒന്നായിരിക്കില്ല എക്സ്പ്ലനേഷൻ. സെക്ഷനിൽ എന്താണോ പറയുന്നത് അത് മാത്രം അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കണം. പിന്നെന്താണ് സെക്ഷൻ വായിച്ചിട്ട് മനസ്സിലായില്ലെങ്കിലാണ് നമ്മൾ എക്സ്പ്ലനേഷൻ പോയി വായിക്കേണ്ടത്. പിന്നെ എന്തെങ്കിലും തരത്തിൽ സെക്ഷൻ വായിച്ചിട്ട് ആംബിഗ്വിറ്റി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സ്പ്ലനേഷൻ വായിച്ച് മനസ്സിലാക്കി ഹാർമണീസ്ഡായിട്ട് അത് ഹാർമണീസ് എന്ന് പറയുന്ന റൂൾ ഉണ്ടല്ലോ, അതൊക്കെ അതിലാണ് ആപ്ലിക്കബിൾ ആവുന്നുള്ളത്. പിന്നെ സെക്ഷനിൽ പറയാത്തത് കാര്യങ്ങളൊന്നും ഒത്തിരി വലിച്ചു നീട്ടി ഒന്നും ആയിരിക്കരുത് നമ്മൾ എക്സ്പ്ലനേഷനിൽ പറയേണ്ടത്. എന്താണോ കറക്റ്റ് കാര്യം സെക്ഷനിലുള്ളത് അതായിരിക്കണം എക്സ്പ്ലനേഷനിൽ ഉള്ളത്. അല്ലാണ്ട് സെക്ഷനിലുള്ളതിനേക്കാൾ കൂടുതൽ ഒരു കാര്യം ഒരിക്കലും ഇതിൽ എഴുതരുത്. പിന്നെ ഷെഡ്യൂൾസിനെ പറ്റി പറയാനുണ്ട്. ഷെഡ്യൂൾസ് എന്താണ് ഈ സ്റ്റാറ്റ്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടും സെക്ഷനും ഒന്നിച്ചാണ് അത് വായിക്കേണ്ടത്. ഇപ്പം നമുക്കറിയാം ഏതെങ്കിലും ഒരു സെക്ഷൻ റെഡ് വിത്ത് ഷെഡ്യൂൾ 1, 2 എന്നൊക്കെ നമ്മൾ വായിക്കാറില്ലേ, അതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾ. അതായത് ഷെഡ്യൂൾ എപ്പോഴും വായിക്കേണ്ടത് ഒരു സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കണം. പിന്നെ എന്തെങ്കിലും തരത്തിൽ ആക്റ്റും ഷെഡ്യൂളും തമ്മിൽ എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ആക്റ്റാണ് നോക്കേണ്ടത്. എപ്പോഴും ആക്റ്റിനൊക്കെയാണ് ഇമ്പോർട്ടൻസ്. അപ്പം എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ആക്റ്റാണ് നോക്കേണ്ടത്, ഷെഡ്യൂൾ അല്ല. അതാണ് ഷെഡ്യൂളിൻ്റെ കാര്യം നമ്മളിപ്പോൾ പറഞ്ഞത്. അതായത് ഇപ്പോൾ പറഞ്ഞത് തന്നെ നമുക്കറിയാം കമ്പനീസ് ആക്ടിൽ തന്നെ കുറേ ഷെഡ്യൂൾസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കമ്പനീസ് ആക്ടിൻ്റെ ഓരോ ഷെഡ്യൂൾസ് റെഡ് വിത്ത് ഇപ്പം CSR ഷെഡ്യൂൾ 130 സെക്ഷൻ 135 ഷെഡ്യൂൾസിൻ്റെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഷെഡ്യൂൾ എന്താണ് സെക്ഷൻ 135 റെഡ് വിത്ത് ഷെഡ്യൂൾ 7 ഓഫ് കമ്പനീസ് ആക്ട് 2013 എന്നൊക്കെ പറയാറുണ്ട്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്
ഇതിൽ പറയണത്. കണ്ടില്ലേ, ഇനി എന്തെങ്കിലും കാര്യത്തിൽ ഇൻകൺസിസ്റ്റ് ബിറ്റ്വീൻ ദ ഷെഡ്യൂൾ ആൻഡ് ഇനാക്ട്മെന്റ് വന്നു കഴിഞ്ഞിട്ടുണ്ട്, അല്ലെ ഇനാക്ട്മെന്റ് ആയിരിക്കണം നമ്മൾ അതിനായിരിക്കണം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഷെഡ്യൂൾസിന്റെ കാര്യവും കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്റേണൽ എയ്ഡ്സിന്റെ കാര്യങ്ങളെല്ലാം തന്നെ കംപ്ലീറ്റ് ആക്കി. ഇനി എക്സ്റ്റേണൽ എയ്ഡ്സ് ഉണ്ട്, കുറേ കാര്യങ്ങളുണ്ട് എക്സ്റ്റേണൽ എയ്ഡ്സ്. അപ്പോൾ എന്തൊക്കെയാണ് എക്സ്റ്റേണൽ എയ്ഡ്സ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് ഓർഡറിൽ ഒന്ന് നോക്കാം. ഫസ്റ്റത്തെയാണ് ഹിസ്റ്റോറിക്കൽ സെറ്റിംഗ്സ്, കൺസോളിഡേറ്റിംഗ് സ്റ്റാറ്റ്യൂട്ട് ആൻഡ് പ്രീവിയസ് ലോസ്, യൂസേജ്, ഏർലിയർ ആൻഡ് ലേറ്റർ ആക്ട് ആൻഡ് അനലോഗ്സ് ആക്ട്. പിന്നെന്താണ് ഡിക്ഷണറി ഡെഫിനീഷൻസ്, യൂസ് ഓഫ് ഫോറിൻ ഡിസിഷൻസ്. ഇതൊക്കെയാണ് എക്സ്റ്റേണൽ എയ്ഡ്സ്. ഈ എക്സ്റ്റേണൽ എയ്ഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം ആക്ടിന് പുറത്തുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. ഇപ്പോൾ യൂസ് ഓഫ് ഫോറിൻ ഡിസിഷൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അതുപോലെ ഡിക്ഷണറി. ഇപ്പം ഡിക്ഷണറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓർത്താൽ മതി, ഒരു ലിറ്ററൽ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡിക്ഷണറിയുടെ ഇത് ഉപയോഗിക്കുന്നത്. അതായത് ഇപ്പം ലോയിൽ ഒരു ഡെഫിനേഷൻസ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ഡിക്ഷണറിയാണ് റെഫർ ചെയ്യേണ്ടത്. അപ്പം ഡിക്ഷണറി റെഫർ ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ എക്സാക്ട് മീനിങ് എടുക്കാനായിട്ട് പറ്റും, എന്നിട്ട് ഇൻ്റർപ്രിറ്റ് ചെയ്യാം. ഇനി കൂടുതൽ മീനിങ് ആണ് ഡിക്ഷണറിയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് വേണം, സിറ്റുവേഷനിൽ എന്താണ് ഉപയോഗിക്കുന്നത് അതനുസരിച്ച് വേണം നമ്മൾ അതിൻ്റെ മീനിങ്, എക്സാക്ട് മീനിങ് ഇൻ്റർപ്രിറ്റ് ചെയ്യാനായിട്ട്. എന്തെങ്കിലും കാര്യത്തിൽ കൺഫ്യൂഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡിക്ഷണറി ചെക്ക് ചെയ്യണം. അപ്പോൾ ഡിക്ഷണറി ചെക്ക് ചെയ്യുമ്പോൾ കൂടുതൽ മീനിങ്സ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സിറ്റുവേഷൻ അനുസരിച്ചുള്ള മീനിങ് വേണം നോക്കി എഴുതാനായിട്ട്. പിന്നെ നമ്മുടെ രാജ്യത്ത് ഓരോ കേസ് ലോസ് സംബന്ധിച്ച് ഓരോ കേസ് ലോസ് ഒക്കെ വന്നു കഴിയുമ്പോഴാണ്, പുറത്ത് കേസ് ലോസ് ഒക്കെ നമുക്കറിയാം. അപ്പോൾ ഓരോ കേസുകൾ വന്നു കഴിയുമ്പോഴാണ് പുതിയ ലോസ് ക്രിയേറ്റ് ചെയ്യുന്നതും അതനുസരിച്ചുള്ള നടപടികളൊക്കെ എടുക്കുന്നത്. പിന്നെ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ സർക്കുലേഴ്സ് ഒക്കെ വഴി ഒക്കെ ഈ ലോസ് ഒക്കെ ഉണ്ടാക്കാറുണ്ട്. അതുപോലെ തന്നെ ഫോറിൻ ഡിസിഷൻ എടുക്കുന്നതിൻ്റെ കാര്യമൊക്കെ പറയാറുണ്ട്. അതായത് ഇപ്പം നമുക്ക് നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിലെ എന്തെങ്കിലും ഒരു ഡിസിഷൻ ഒരു കാര്യത്തെ പറ്റി എടുക്കാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ നമ്മൾ പുറത്തുള്ള ലോ നമ്മൾ എടുക്കാറുണ്ട്. അതായത് ഇപ്പം നമ്മുടെ ഇപ്പോൾ രാജ്യത്ത് ഒരു കേസ് ഉണ്ടായി, പക്ഷെ നമ്മുടെ അതുമായി ബന്ധപ്പെട്ട ഒരു ലോ നിലവിലില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പം ഇന്ത്യക്ക് പുറത്തൊരു ഫോറിൻ രാജ്യത്ത് ഇതുപോലത്തെ ഒരു സിമിലർ ആയിട്ടുള്ളൊരു കേസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർ ആ ഒരു കാര്യത്തിന് അവരെന്ത് ലോയാണോ ഉണ്ടാക്കി അതിന് എന്ത് ഡിസിഷനാണോ എടുത്തേക്കുന്നത്, അങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമ്മൾ ആ ഫോറിൻ ലോ തമ്മിൽ എന്തെങ്കിലും സിമിലാരിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ആ ഫോറിനിലെടുത്ത ലോയുടെ ഡിസിഷൻ നമുക്കിവിടെ എടുക്കാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സത്യം സ്കാം ഒക്കെ നമ്മുടെ ഇവിടെ ഉണ്ടായി, നമ്മൾക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഡിസിഷൻ ഒക്കെ എടുത്തു. നമുക്ക് അങ്ങനത്തെ ഒരു സ്കാം ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി ഡിസിഷൻ കോർട്ടൊക്കെ എടുത്തത് പുറത്ത് ഒക്കെ ഇങ്ങനത്തെ സ്കാംസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെ അവരെന്ത് കാര്യമാണോ എടുത്തത്, അതിന് എന്ത് ഡിസിഷനാണോ അവരെടുത്തത് അതനുസരിച്ചുള്ള ഡിസിഷനാണ് നമ്മൾ ഇവിടെ എടുത്തത്. അതായത് ഫോറിൻ ഡിസിഷൻ ഒക്കെ നമുക്കിവിടെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ പറ്റണമെങ്കിൽ അവരുടെ ലോയും നമ്മുടെ ലോയും തമ്മിലൊരു സിമിലാരിറ്റി ഉണ്ടാവണം. സിമിലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പുറത്തെ കാര്യങ്ങളിലെ ലോയുടെ കാര്യങ്ങൾ നമുക്ക് ഇവിടെ ഇന്ത്യയിൽ യൂസ് ചെയ്തിട്ട് ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പം നമ്മൾ പഠിച്ചത് ഡിക്ഷണറിയുടെ കാര്യം പഠിച്ചു. അപ്പോൾ ഡിക്ഷണറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതായത് എന്തെങ്കിലും കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഡിക്ഷണറി നോക്കി എടുക്കണം, അതിൻ്റെ മീനിങ്സ് എടുക്കണം. ഈ കൂടുതൽ മീനിങ്സ് വന്നിട്ടുണ്ടെങ്കിൽ സിറ്റുവേഷൻ നോക്കിയിട്ട് വേണം അതിൻ്റെ മീനിങ്സ് എടുക്കാനായിട്ട്. പിന്നെ ഇംഗ്ലീഷ് ഡിസിഷൻ, അതായത് നമ്മുടെ രാജ്യത്തിലെ ഓരോ ഇച്ചിരി ഡിസിഷനൊക്കെ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്തെ രാജ്യത്തിലെ ലോയെ അതുമായി ബന്ധപ്പെട്ട കാര്യം നമുക്ക് ഇന്ത്യയിൽ കൊണ്ടുവരാം. അങ്ങനെ എടുക്കണമെങ്കിൽ ഫോറിൻ ലോയും നമ്മുടെ ലോയും തമ്മിൽ ചെറിയൊരു സിമിലാരിറ്റി വരണം, എന്നാൽ മാത്രമേ നമുക്കത് എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇംഗ്ലീഷ് ഡിസിഷൻ നമ്മുടെ ആക്ടിലൊക്കെ കൊണ്ടുവരത്തുള്ളൂ. അങ്ങനെയാണ് കുറേ ലോസ് ഒക്കെ നമ്മുടെ ഇന്ത്യയിൽ വന്നത്. സത്യം സ്കാം ഒക്കെ അതിന് എക്സാമ്പിളാണ്. ശരിക്കും ഒരു എൻറോൺ കേസ് എന്ന് പറയുന്ന ഒരു കേസൊക്കെ ഇന്ത്യക്ക് പുറത്ത് ഉണ്ടായിരുന്നു. ആ ഒരു കേസിനെ ബേസ് ചെയ്ത് ആ കേസ് ഉണ്ടായപ്പോൾ അവരെന്താണോ ഡിസിഷൻ എടുത്തത് അതുമായി ബന്ധപ്പെട്ട ഡിസിഷനാണ് ഇന്ത്യയിൽ ഈ സത്യം സ്കാം ഒക്കെ ഉണ്ടായപ്പോൾ എടുത്തത്. അതാണ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ. ഈ ഫോറിൻ ലോസ്, അതർ ലോസ് ഒക്കെ നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റും. പിന്നെന്താണ് കേസ് ലോസ്, ഇതെല്ലാം ഒരു എക്സ്റ്റേണൽ എയ്ഡാണ്, ആക്ടിന് പുറത്തുള്ളതാണ് ഇതെല്ലാം. അപ്പം നമുക്ക് എക്സാമ്പിൾ. പിന്നെ റൂൾസ് എന്ന് പറഞ്ഞാൽ ഗോൾഡൻ റൂൾ, കൺസ്ട്രക്ഷൻസ്, ഇതെല്ലാം നമ്മൾ മുമ്പ് പഠിച്ചതാണ്. അപ്പം അങ്ങനെ ഈ ചാപ്റ്റർ നമ്മൾ തീർന്നതിൻ്റെ MCQ കൂടി ജസ്റ്റ് ഒന്ന് നോക്കാം. ദ റൂൾ ഇൻ ഹെയ്ഡൻ കേസ് ഓൾസോ നോൺ ആസ്. ഹെയ്ഡൻ റൂളിനെ നമ്മൾ എന്തായിട്ട് നമ്മൾ പറയാറുണ്ട്, നമ്മൾ പഠിച്ചായിരുന്നു ഹെയ്ഡൻ റൂൾ, മിസ്ചീഫ് റൂൾ എന്നൊക്കെ. അപ്പം മിസ്ചീഫ് റൂളാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഇനി ഏതാണ്, പിക്ക് അപ്പ് ദ ഓഡ് വൺ ഓഫ് ദ ഫോളോവിങ് എയ്ഡ്സ് ടു ഇന്റർപ്രിട്ടേഷൻ്റെ ഒരു ഓഡ് വൺ.
പ്രിയാമ്പിൾ ഉണ്ട്, മാർജിനൽ നോട്ട്സ് ഉണ്ട്, പ്രൊവിസോ ഉണ്ട്, യൂസേജ് ഉണ്ട്. ഇതിൽ ഏതായിരിക്കും? നമ്മൾ പ്രിയാമ്പിൾ പഠിച്ചു, മാർജിനൽ നോട്ട്സ് പഠിച്ചു, പ്രൊവിസോ പഠിച്ചു, യൂസേജ് പഠിച്ചു. യൂസേജ് ഒക്കെ എന്താണ്? എക്സ്റ്റേണൽ ആണ്. ഇത് മൊത്തം എന്താണ്? ഇന്റേണൽ ആണ്. അപ്പോൾ യൂസേജ് ആണ് ഇതിലെ ഓഡ് വൺ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ എന്താണ്? ഡാഷ് ഇസ് ദ കാർഡിനൽ റൂൾ ഓഫ് കൺസ്ട്രക്ഷൻ ദാറ്റ് വേർഡ്സ്, സെന്റൻസ് ആൻഡ് ഫ്രേസസ് ഓഫ് സ്റ്റാറ്റ്യൂട്ട് ഷുഡ് ബി റീഡ് ഇൻ ദെയർ ഓർഡിനറി നാച്ചുറൽ ആൻഡ് ഗ്രാമറ്റിക്കൽ മീനിങ് സോ ദേ മേ ഹാവ് ഇഫക്ട് ഇൻ ദെയർ വൈൽഡ് ആംപ്ലിറ്റ്യൂഡ്. ഒരു ഗ്രാമറ്റിക്കൽ മീനിങ് തരുന്നത് ഏതിനാണ്? ലിറ്ററൽ ഓർ ഗ്രാമറ്റിക്കൽ കൺസ്ട്രക്ഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. അപ്പം ഇതാണ് അതിൻ്റെ ആൻസർ, റൂൾ ഓഫ് ലിറ്ററൽ കൺസ്ട്രക്ഷൻസ്. ആൻഡ് ഇന്റേണൽ എയ്ഡ് ദാറ്റ് മേ ബി ആഡഡ് ടു ഇൻക്ലൂഡ് സംതിങ് വിത്തിൻ ദ സെക്ഷൻ ഓർ ടു എക്സ്ക്ലൂഡ് സംതിങ് ഫ്രം ഇറ്റ്സ്. അതായത് ഒരു ഇന്റേണൽ എയ്ഡ് ആണ്. ആക്ടുമായി ബന്ധപ്പെട്ട രീതിയിൽ എന്തെങ്കിലും സെക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യുകയും ചിലത് എക്സ്ക്ലൂഡ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ പഠിച്ച എക്സ്പ്ലനേഷൻസിന്റെ കാര്യം പറഞ്ഞായിരുന്നു. അതായത് ആക്ടുമായി ബന്ധപ്പെട്ട കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നു, ആ കാര്യം. അപ്പോൾ എക്സ്പ്ലനേഷൻ ആണ് ഇതിന്റെ ആൻസർ. പിന്നെ വെൻ ദർ ഈസ് എ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ടു ഓർ മോർ സ്റ്റാറ്റ്യൂട്ട് ഓർ ടു ഓർ മോർ പാർട്ട് ഓഫ് ദി സ്റ്റാറ്റ്യൂട്ട്, ദെൻ വിച്ച് റൂൾ ഈസ് ആപ്ലിക്കബിൾ. അതായത് എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കോൺഫ്ലിക്റ്റ് ഒക്കെ മാറ്റി അതിന് ഇന്റർപ്രറ്റ് ചെയ്ത് ഒരു ഹാർമണി കൊണ്ടുവരും എന്നൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ ഹാർമണീസ് കൺസ്ട്രക്ഷൻ ആണ് ഇതിന്റെ ആൻസർ. ജസ്റ്റ് അതിന്റെ ആൻസർ നോക്കാം. മിസ്റ്റീഫ് റൂൾ ആണ് ഫസ്റ്റത്തെ, ഹെയ്ഡൻ ഓർ മിസ്റ്റീഫ്. യൂസേജ് ആയിരുന്നു ഓഡ് വൺ. പിന്നെ റൂൾ ഓഫ് ലിറ്ററൽ കൺസ്ട്രക്ഷൻ ഓർ ഗ്രാമറ്റിക്കൽ എന്ന് പറയും. പിന്നെ എക്സ്പ്ലനേഷൻ, ഹാർമണീസ് കൺസ്ട്രക്ഷൻസ്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ.